Hello, we are the team of Alappuzha Gymkhana. Let's go behind the scenes with IMDb. Yeah. ബോക്സിംഗ് പഠിക്കണം എല്ലാവർക്കും കൂടിയാ. What is Alappuzha Gymkhana about for fans from across the world? ഓക്കെ, ഇതൊരു സ്പോർട്സ് കോമഡി സിനിമയാണ്. ഒരു ടീനേജ് ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലിക്കും എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന സ്പോർട്സ് കോമഡി ജോണറിലുള്ള ഒരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന. Each of your films have been different from another. How did the idea of this film come to you? It was so random. The idea came to my mind that one day, actually, I was thinking about my next venture of the film, and I was in between a conversation with my friend. So we were just randomly talking about our childhood, some memories and childhood events. So randomly from there, we got up an idea about making a sports comedy film about boxing for teenage boys and all. So I think that was the moment of inspiration for me. How did you decide to cast Naslain and Ganapati in the film? Of course, yes, they are very good actors in the industry and right now, but of course they are very good talented people, youngsters. So I'm seeing Naslain from last few years throughout several type of films. So the way this guy performs his characters in films and the energy which he shows up and the way of his dialogue, conversation, modulations and everything. So I felt like this particular guy have some potential. For Jojo, it's a character who have a little bit of charm and more energetic and more enthusiastic in a way, doing multiple things in life. So I thought this guy, he can pull it off. So I asked him very in an easy way and he just said yes, okay, we'll do that. For Ganapati, of course, yes, I know him from last few years and we worked together in Manjumal Boys also. I was so pretty sure that Ganapati will pull off this character because he have a very good experience in acting and very much talented also. Naslain, after the breakout success of Premalu, you must have gotten a lot of offers. What made you decide to go for this role? പ്രേമലുവിന് ശേഷം ഒത്തിരി സബ്ജക്റ്റുകൾ കേട്ടു. പക്ഷേ ഇത് ആക്ച്വലി പ്രേമലു റിലീസിന് മുന്നേ ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമയാണ്. ബിക്കോസ് ഖാലിദ് റഹ്മാൻ എന്നുള്ളൊരു ഫാക്ടർ ഞാൻ ഒത്തിരി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പിന്നെ ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ അതിനുവേണ്ടി കുറച്ച് എഫേർട്ട് എൻ്റെ ഭാഗത്തുനിന്നും വേണ്ട ഒരു സിനിമയാണ്. അതിനൊരു എൻ്റെ ബോഡി, ഈ പറഞ്ഞ പോലെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും മൊത്തത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡും ഈ ക്യാരക്ടറിൻ്റെ മൊത്തത്തിൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് തന്നെയാണ് ആലപ്പുഴ ജിംഖാന എന്നെ അട്രാക്ട് ചെയ്തത്. Ganapati, can you tell us what attracted you to this role? ഞാൻ ആദ്യത്തെ പുള്ളിയുടെ സിനിമ അനുരാഗ് കരിക്കമ്പള്ളം തൊട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഐ വാസ് ആസ്കിങ് ഓപ്പർച്യൂണിറ്റി ഫോർ ഹിസ് നെക്സ്റ്റ് മൂവി ഉണ്ട ആൻഡ് ലവ്, തല്ലുമാല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മഞ്ഞുമൽ ഹാപ്പൻഡ്. അങ്ങനെ എനിക്ക് റഹ്മാനിക്കരെ കാസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ സിനിമയിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊന്നു അതിൻ്റെ നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിലാണ് ഈ ഇതിനെക്കുറിച്ച് പറയുന്നത്. റിലീസിനൊക്കെ മുമ്പേ ആണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്, പറ്റെങ്കിൽ ചെയ്യാം, കാരണം അത്ര എഫേർട്ടും പ്രിപ്പറേഷനും വേണ്ടൊരു സംഭവമാണ്. അപ്പോൾ ഇനീഷ്യലി ആയിത്തോളില്ല എന്തുകൊണ്ട് ചെയ്തുകൂടാ. പക്ഷേ അവിടെ നിന്നാണ് ആക്ടർ റഹ്മാനിൽ നിന്ന് ഡയറക്ടർ റഹ്മാനെ ഞാൻ കാണുന്നത് അതിന് ശേഷം. അപ്പോൾ ഇനീഷ്യൽ ടൈം ഇറ്റ് വാസ് വെരി ടഫ് ഫോർ മീ. കാരണം കുറേ ടൈമിലൊക്കെ നമുക്കിങ്ങനെ ഇത് പറ്റുമോ, നമ്മളെ കൊണ്ട് ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ബട്ട് പക്ഷേ ഇത്രയും ആൾക്കാർ നമ്മുടെ കൂടെ ഒരു 6 മാസം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഹി വാസ് ഓൾസോ ദെയർ. നമ്മുടെ കോച്ച് ഉണ്ടായിരുന്നു, നമ്മൾ ജിമ്മൊക്കെ കൂട്ടിയുന്ന ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കൂടെ. സോ ഇറ്റ് വാസ് ഫൺ. സോ ഐ ലേൺ സോ മെനി തിങ്സ് ഫ്രം ദം. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫിസിക്കലി മെൻ്റലി ഡിമാൻഡിങ് ആയതുകൊണ്ട് ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ന്യൂ ഫോർ മീ. ഞാൻ ഉണ്ടായിരുന്ന ചുറ്റുപാടുകളിലൊന്നും അല്ല ഈ സിനിമ. പുതിയൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു ഈ സിനിമ. അങ്ങനെ ഒരു 6 months ട്രെയിനിങ്ങിന് ശേഷം നമുക്ക് ഇത് ഇറങ്ങാൻ പറ്റി, ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. How did you transform physically into these characters? അതാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. ലൈക്ക് ഒരു നസ്ലിൻ എന്ന് പറഞ്ഞൊരു ഹീറോ മാത്രമല്ല ഇതിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത്, ദ ഹോൾ പീപ്പിൾ. ലൈക്ക് ഇതിൽ ഇപ്പം ഫീമെയിൽ ക്യാരക്ടേഴ്സും ബോയ്സും എല്ലാവരും ഈക്വലി നമ്മൾ ഇതിനു വേണ്ടി ഒരു എഫേർട്ട് ഇടുകയാണ്. കാരണം അപ്പോൾ ആ ഫ്രെയിമിൽ നിൽക്കുന്ന എല്ലാവരും ഈക്വലി അതിൽ എഫേർട്ട് എടുത്ത് അത്രയും ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് ഈ സിനിമയിൽ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് തന്നെയായിരുന്നു. അപ്പം ചലഞ്ചിങ് ആണ് ആക്ച്വലി. ഭയങ്കര എന്താ പറയേണ്ടത്, നമ്മുടെ റൊട്ടീൻ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഞാനൊക്കെ എൻ്റെ ലൈഫ് സ്റ്റൈൽ ആദ്യമായിട്ടുള്ള അങ്ങനത്തെ ഒരു റൊട്ടീനിലേക്കൊക്കെ പോയിട്ടാകുന്നത്. ഈ ലൈക്ക് മോർണിംഗ് നമ്മളൊരു ജിമ്മിലേക്ക് കയറിയിട്ട് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ അവിടുത്തെ ട്രെയിനിങ്. അത് കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് എന്താ പറയേണ്ടത്, ഉച്ചയ്ക്ക് ഒരു ഉറക്കം ഉണ്ടാവും. അത് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ ബോക്സിങ് ടിൽ 9 PM മിഡ് നൈറ്റ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലെത്തുന്നത്. അങ്ങനെ ഒരു 3-4 months ഇത് തന്നെയായിരുന്നു റൂട്ടീൻ. അതിൻ്റെ ഇടയ്ക്കാണ് മഞ്ഞുമലൊക്കെ ഇറക്കുന്നതും അതിൻ്റെ ഹാപ്പിനെസ് ഒക്കെ ഉള്ള ആ ടൈമിലായിരുന്നു. അപ്പോൾ പ്രേമലു ഇറങ്ങുന്നതൊക്കെ ഒരു എല്ലാം കൂടെ ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ആക്ച്വലി.
അതുകൊണ്ടൊന്നും അത് ഭയങ്കര ആഘോഷിക്കാൻ പോയില്ല എന്നല്ല, ആഘോഷിച്ചിട്ടുണ്ട്. എന്നാലും ഈ സിനിമ ആ പാരലി ആ ടൈമിലാണ് നടക്കുന്നത്. അത് ഇതിൻ്റെ പ്രിപ്പറേഷൻ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 300-350 ബോക്സേഴ്സിൻ്റെ കൂടെ ആയിരുന്നു നമ്മളുടെ ഫുൾ ഷൂട്ട് നടക്കുന്നത്. ആക്ച്വലി സെറ്റിൽ ഓൺ ടൈമിൽ ഒരു അത്രയും ആൾക്കാരും ജൂനിയർ ആർട്ടിസ്റ്റും ബോക്സേഴ്സും ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുക എന്നുള്ളൊരു പരിപാടിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഉണ്ടപ്പോൾ നേരെ ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ ഫ്രീ ടൈമുള്ളപ്പം ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഓരോരുത്തരുടെ ഫൈറ്റിംഗ് റൗണ്ടും പരിപാടികളൊക്കെ വരുന്നുണ്ടായിരുന്നു. What was the most challenging day on the sets of Alapura Gymkhana? ഈ ബോഡി ട്രാൻസ്ഫോർമേഷനും അല്ലെങ്കിൽ ആ ഒരു ഫിസിക്ക് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു 6 months സമയമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡും ഒരു ബോക്സറിൻ്റെ ആറ്റിറ്റ്യൂഡും ഒക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു തോന്നുന്നു ഇതിലൊരു ചലഞ്ചായിട്ട് എനിക്ക് തരുന്നില്ല. ഈ ബോക്സിങ് കുറച്ചും കൂടിയും ഇതാക്കാൻ വേണ്ടിയിട്ട് മാച്ചസും ബോക്സിങ് ഫൈറ്റുകളും ഒക്കെ കണ്ടിരുന്നു. മൂവി റെഫറൻസ് ഇതേപോലെ ക്രീഡ്, $1 Million Baby ഒക്കെ അങ്ങനെയുള്ള മൂവീസൊക്കെ വെറുതെ ചുമ്മാ ഒരു മൂഡിന് വേണ്ടിയിട്ട് കാണുമായിരുന്നു. ഏറ്റവും കൂടുതൽ നസ്ൽ ഫേസ് ചെയ്തിട്ടുള്ള ക്ലൈമാക്സിൽ മറ്റുള്ളവർ ഇടിക്കുക എന്നുള്ളതായിരുന്നു. കുറേ പേര് ഇടിച്ചു. ക്രീഡ്, റോക്കി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും എന്തോ കാര്യമായിട്ടുള്ള ആ ലെവൽ ഓഫ് ബോക്സിംഗ് ആണെന്നാണ്. അതൊക്കെ വെറുതെ കണ്ടുവന്നേ ഉള്ളൂ, വെറുതെ സീരിയസ് ഉണ്ട്. ഞങ്ങൾ ഈ ഒരു സിനിമ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നു, ഓക്കെ ബോക്സിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലും അതർ നാഷണൽ ലാംഗ്വേജുകളിലൊക്കെ ഇതുപോലത്തെ ഏതെങ്കിലും തരത്തിലുള്ള സിനിമകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഒരു റെഫറൻസ് ആയിട്ടല്ല, നമുക്ക് ആ ഒരു ജോഗ്രഫി അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെഫറൻസ് എന്ന് തന്നെ പറയാം. അങ്ങനെ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഒരു ബോക്സിംഗ് സിനിമ ഞാൻ കണ്ടില്ല. കാരണം കൂടുതൽ സിനിമകളും പ്രൊഫഷണൽ ബോക്സിംഗ് ഓറിയൻറ്റഡ് ആയിരുന്നു. സോ ഇതാണെങ്കിൽ ഇത് ഇത്രയും ബോക്സിംഗ് പഠിക്കണം, ബോക്സിങ്ങിന് വേണ്ടി ട്രെയിൻ ചെയ്യണമെങ്കിൽ പോലും ഇതൊരു അമേച്ചർ ബോക്സിംഗ് എന്താണെന്ന് പറയുന്നൊരു സിനിമയാണ്. ഒരു അമേച്ചർ ബോക്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ഞാൻ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാനൊരു സിനിമ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. We read somewhere that Vetri Maran has acquired the rights to remake Alapura Gymkhana. Is that true? No, it's not true actually. I heard it somewhere in online social media platforms and WhatsApp. But എനിക്ക് അങ്ങനെ ഒഫീഷ്യലി ആസ് എ പ്രൊഡ്യൂസർ നമുക്ക് ഇങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു കോളുകളോ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നൊരു ഇൻഫർമേഷനോ വന്നിട്ടില്ല. Can you tell us something about your upcoming projects? ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എല്ലാം ആലപ്പുഴ ജിംഖാനയുടെ റിലീസിന് ശേഷമാണ് അത്തരം കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുള്ളൂ. പ്രേമലു 2 ആണ് ഇപ്പോൾ ലൈനപ്പിലുള്ളത്. അതിന് മുമ്പായിട്ടുള്ള പ്രൊജക്റ്റ് റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നൊരു പ്രൊജക്റ്റാണ്. I'm doing the casting for his next movie with Jittu Madhavan is writing, the Aveshan director. So അത് കഴിഞ്ഞിട്ട് like I'm also doing parallelly ഒരു ബിജു മേനൻ movie with Biju Menon and Basi. That's all. Do you use IMDb? If yes, what do you use it for? Yes, of course. I use IMDb to get the rating of the films, like moreover like international films. I trust IMDb for that. In the high schools we started to recognize IMDb. ആ സമയത്ത് തൊട്ട് ഇങ്ങനെ ടോപ്പ് 100 IMDb മൂവീസ് ഒക്കെ കാണും, ലൈക്ക് വേൾഡ് അങ്ങനെ കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പരിചയമാണ്. IMDb ഞാൻ യൂസ് ചെയ്യുന്നത് മൂവി റിവ്യൂസിനും അതേപോലെ ടോപ്പ് IMDb ലിസ്റ്റഡ് സിനിമാസ് കാണാൻ വേണ്ടിയിട്ടൊക്കെ. ഈ വരുന്ന April 10 ആലപ്പുഴ ജിംഖാന തിയേറ്ററുകൾ റിലീസാവുകയാണ്. So please don't forget to rate your reviews and comments on IMDb.